ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താന്ത്രിക ക്ഷേത്രവും ഹൈന്ദവ ശാക്തേയ തീർത്ഥാടന കേന്ദ്രവുമാണ് കാമാഖ്യ ദേവീക്ഷേത്രം. ആസാമിലെ പ്രധാന നഗരമായ ഗുവാഹത്തിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിലച്ചൽ എന്ന കുന്നിന് മുകളിലാണ് ഈ ഭഗവതി ക്ഷേത്ര മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ആസാം ജനതയുടെ രക്ഷാദൈവമായി കാമാഖ്യ ആരാധിക്കപ്പെടുന്നു. ഒരു ഇടത്തരം ക്ഷേത്ര മന്ദിരത്തിൽ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിലായി കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സതീദേവിയുടെ യോനിപീഠത്തിലെ ശ്രീചക്രമാണ് പ്രതിഷ്ഠ. ഫൈനലി നമ്മൾ കാമാഖ്യ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഗുവാഹത്തി സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് കമ്പൈൻ ടാക്സിയൊക്കെ പിടിച്ചാൽ 20 രൂപയ്ക്ക് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഈ താഴെ വശത്തെത്തും. ഇവിടുന്ന് ഇനി മേലോട്ടേക്ക് നമുക്ക് കയറി പോകണം. അതിന് വേറൊരു കുഞ്ഞു ടാക്സി പിടിക്കണം. ഇത് മൗണ്ടൻ്റെ മുകളിലാണ്, നിലച്ചൽ ഹിൽസ് എന്നാണ് ഈ ഇത് നിൽക്കുന്ന ലൊക്കേറ്റ് ചെയ്യുന്ന മൗണ്ടൻ്റെ പേര്. ഇതിൻ്റെ മുന്നിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കവാടം കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കവാടം. ഒമ്പത് യോനിപീഠങ്ങളുടെ മധ്യത്തിലായി ഒരു യോനിപീഠത്തിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശ്രീചക്രം നിരൂപിക്കുന്നത്. ആദിപരാശക്തിയുടെ സർവ്വചൈതന്യവും നിറഞ്ഞ താന്ത്രിക അടയാളമാണ് ശ്രീചക്രം എന്ന് ഉപാസകർ വിശ്വസിക്കുന്നു. മാതൃത്വത്തിൻ്റെ, സൃഷ്ടിയുടെ, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ആസാം ജനത ഇതിനെ കരുതുന്നു. അതിനാൽ താന്ത്രികാരാധനയുടെ ഒരു കേന്ദ്രമായും ഈ ഭഗവതി ക്ഷേത്രം പരിഗണിക്കപ്പെടുന്നു. സപ്തമാതാക്കൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ദക്ഷയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്ര പ്രയോഗത്താൽ 108 കഷ്ണങ്ങളായി ചിതറിയപ്പോൾ യോനിഭാഗം വീണ ഭാഗമാണിതെന്ന് വിശ്വാസം. ശാക്തേയ കൗളാചാര പ്രകാരം ഭഗവതിയെ പ്രീതിപ്പെടുത്താനായി ആൺമൃഗങ്ങളെ ഇവിടെ ബലി നൽകുന്നു. പെൺമൃഗങ്ങളെ ബലി കഴിക്കുന്നത് നിഷിദ്ധമാണ്. ആണാടിനെ, പൂവൻകോഴിയെ നിത്യവും ഇവിടെ ബലിയർപ്പിക്കുന്നു. ഇവയുടെ മാംസം പ്രസാദമായി കരുതുന്ന ഭക്തർ അത് കറിയാക്കി കഴിക്കുന്നു. പൂജക്കുള്ള ദ്രവ്യങ്ങളായി ചുവന്ന പൂക്കൾ, ചുവന്ന തുണിക്കഷ്ണങ്ങൾ, ചുവന്ന ചാന്ത് അഥവാ സിന്ദൂരം എന്നിവയാണ് അർപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലാണ് പരാശക്തിയുടെ രക്താർത്ഥതയും രൗദ്രവുമായ കാളിസങ്കല്പം ജന്മം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അത് യോനി പൂജയായി, ശ്രീചക്ര പൂജയായി രൂപാന്തരണം സംഭവിച്ചതും ദേശവ്യാപകമായി പ്രചരിച്ചതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് പൊതുവെ വിശ്വാസം. ഉർവരത, പ്രകൃതി, മാതൃദൈവം എന്നീ സങ്കല്പത്തിൽ പ്രാചീനകാലം മുതൽക്കേ ഇത്തരം ആരാധന ഉള്ളതായി പറയപ്പെടുന്നു. ഇതിൻ്റെ തുടർച്ചയായി സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചതെങ്കിലും ശൈവസങ്കല്പത്തിൽ പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു. ശൈവവിശ്വാസപ്രകാരം മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന യോനിതന്ത്രപ്രകാരം യോനിപീഠം മാതൃത്വത്തിൻ്റെ, ശക്തിയുടെ പ്രതീകമാണ്. അതുപ്രകാരം ലോകമാതാവായ ആദിപരാശക്തിയിൽ നിന്നത്രേ സകല സൃഷ്ടിയും ഉണ്ടായത്. യോനിപീഠത്തിൽ ദശമഹാവിദ്യകൾ കുടികൊള്ളുന്നു എന്നാണ് താന്ത്രിക സങ്കല്പം. യോനിമൂലത്തിൽ ഗൗരി, നാഗനന്ദിനി തുടങ്ങിയ യോനികീർത്തത്തിൽ ഭുവനേശ്വരി, മഹാലക്ഷ്മി തുടങ്ങിയ ശക്തിയുടെ ഭാവങ്ങൾ കുടിയിരിക്കുന്നതായി പറയപ്പെടുന്നു. അതിനാൽ ആർത്തവം ഭഗവതിയുടെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന പവിത്രമായ പ്രക്രിയയായി താന്ത്രികർ കരുതുന്നു. ഇതിൻ്റെ പ്രതീകമായ ആരാധനാക്രമങ്ങളാണ് കാമാഖ്യ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. ആഗ്രഹ സാഫല്യത്തിനും രോഗശമനത്തിനും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും മഹാമാരിയിൽ നിന്ന് രക്ഷയ്ക്കും ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്.
ബലിഗർ. ബലിഗർ എന്നാണ് കേട്ടത്, ബാലം എന്നല്ല, ബലിഗർ. ബലി കൊടുക്കുന്ന സ്ഥലം. മൃഗങ്ങൾ ഇറക്കാത്ത നമുക്ക് ഉച്ച ടൈം വരുന്ന ടൈം വരാണെങ്കിൽ ലൈവായിട്ട് നമുക്ക് മൃഗങ്ങൾ ഇറക്കുന്നതാണ്. പിന്നെ ചെറുത് മുതൽ വലുത് വരെ ആടുകളുണ്ട് കേട്ടോ. ആടുകളുണ്ട് പ്രധാനമായിട്ട് ഇതാക്കുന്നത്. നായ്കളും മൃഗം പറഞ്ഞാൽ ഇതാക്കുന്നില്ല, ആടുകൾ മാത്രം. ആടുകളെ കണ്ടില്ല, കഴുത്തിലവിടെ കെട്ടിയിട്ടില്ല. പിന്നെ വെള്ള ആടുകൾക്ക് തലയിലൊരു കളറിന്റെ റെഡ് കളർ ആരതി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണിത്. ഭഗവതി ചെയ്യാൻ വേണ്ടിയിട്ട് പിരിക്കുന്ന ആടുകളാണിത്.
നാല് ദിവസം നീണ്ടുനിന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളെ യാത്ര ആദ്യം ഇവിടെ പുറപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. വടകരയിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ വന്നു ഗുവാഹട്ടിയിൽ നിന്ന് വന്ന് ഞങ്ങൾ ദിമാപൂരിൽ നിന്ന് ഞങ്ങൾ വന്നു. ദിമാപൂരിൽ നിന്ന് കൊയ്മയിൽ നിന്ന് കിസാമയിലേക്ക്. പിന്നെ കിസാമയിൽ നിന്ന് നമ്മൾ വീണ്ടും അതേ റൂട്ടിൽ തന്നെ നമ്മൾ ഗുവാഹത്തിയിലെത്തുകയും കാമാക്ഷി ക്ഷേത്രത്തിന് മുമ്പിലാണുള്ളത്. ഇവിടെ നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ച് അമർത്തുക. ചാനലിന്റെ പേര് മറക്കണ്ട, നൊമാഡിക് നോട്ട്സ്. ബൈ ബൈ.